കൊച്ചിയിൽ നൃത്ത പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA നില മാറ്റമില്ലാതെ തുടരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് MLA. ആരോഗ്യനില വിലയിരുത്താൻ രാവിലെ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. വാർത്തയുടെ വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, ഇന്നലെ അടക്കം ഉമാ തോമസ് MLA നില വ്യക്തമാക്കിയിരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൽ വന്ന സമയത്ത് അടക്കം പറഞ്ഞത് വെന്റിലേറ്ററിൽ തുടരണം എന്ന് തന്നെയാണ്. MLA പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയോടുകൂടി തന്നെ എത്താൻ സാധിക്കും. നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? വിവരങ്ങൾ. തീർച്ചയായിട്ടും വൃന്ദ, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഉമാ തോമസ് കണ്ണു തുറന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നലെ വരെ അവർ അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിലാണ് നിലവിൽ MLA ഉള്ളത്. ഏതായാലും ഇന്നിപ്പോൾ കണ്ണു തുറന്നു, കൈകാലുകൾ MLA അനക്കി എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും രാവിലെ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം എന്താണ് നിലവിലെ സ്ഥിതി എന്നുള്ള കാര്യം ഡോക്ടർമാർ വിശദീകരിക്കും. ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇറക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അറിയാൻ കഴിയും കൂടുതൽ എങ്ങനെയാണ്, ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നതോടുകൂടി തന്നെ കൃത്യമായൊരു വ്യക്തത ഉണ്ടാകും. ഏതായാലും ഈ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ പ്രകാരം ഒരു ശുഭ സൂചന തന്നെയാണ് നിലവിലുള്ളത്. MLA കണ്ണു തുറന്നു, ബോധാവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല ഈ കൈകാലുകളൊക്കെ MLA ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏതായാലും വരുന്നത്. ഏതായാലും 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷമായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചികിത്സ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നില എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാവുക. ഏതായാലും ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നപ്പോൾ വന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ തലയ്ക്ക് MLAക്ക് പരിക്കേറ്റിരുന്നു. താഴേക്ക് വീണ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു. പക്ഷേ ഈ തലയിൽ രക്തസ്രാവമില്ല. മാത്രമല്ല ഒരു തലയുടെ പരിക്ക് ഗുരുതരമാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ആ വീണ ദിവസത്തെ അതേ നിലയിൽ തന്നെയാണ് ഇന്നലെയും ആ ക്ഷതത്തിൻ്റെ ഒരു സാഹചര്യമുള്ളത്. സാധാരണഗതിയിൽ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ 2ാം ദിവസമൊക്കെ ആകുമ്പോൾ ഈ ക്ഷതത്തിൻ്റെ ആ ഒരു ഇത് അടുത്ത ദിവസങ്ങളിലേക്ക് കൂടുതൽ മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ഇന്നലെ ഉണ്ടായിട്ടില്ല. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. മറ്റൊന്നുള്ളത്, ഒരു ചലഞ്ചായി ഡോക്ടർമാർ പറഞ്ഞത് ഈ ശ്വാസകോശത്തിലെ ഒരു ചതവാണ്. അതിനുള്ള മരുന്നുകൾ നിലവിൽ നൽകുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്നുണ്ട്. ആ കാര്യങ്ങളും ആ ഒരു വഴിക്ക് തന്നെ പോവുകയാണ്. ഏതായാലും ഇന്നലെ പറഞ്ഞത് കൂടുതൽ ദിവസം വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പുരോഗതിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യമൊക്കെ ഡോക്ടേഴ്സ് ആലോചിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായേക്കും. ഏതായാലും ഇന്നലെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വാരിയലുകൾ ഒടിഞ്ഞ് അത്തരത്തിൽ മുറിവ് ശ്വാസകോശത്തിൽ സംഭവിച്ച സാഹചര്യത്തിൽ ഈ ചതവുകൾ ഇന്നലെയൊക്കെ കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ രക്തം ഈ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ശ്വാസകോശത്തിലുണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഏതായാലും ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നൽകിയുള്ള ഒരു ചികിത്സയാണ് ഇപ്പോൾ ഉമാ തോമസ് MLAക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 10 മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റണി, അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു 3 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഡിയത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി ഈ അപകടം നടന്ന സ്ഥലത്തൊരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയുടെ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സ്റ്റേജ് നിർമ്മാണത്തിൽ കടുത്ത അപാകതയുണ്ടായി. അത് അപകടകരമായ വിധത്തിലാണ് ആ സ്റ്റേജ് നിർമ്മിച്ചത്. മാത്രമല്ല ആ സ്റ്റേജിന് വേണ്ടത്ര ഉറപ്പ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമുണ്ടായത് ഈ അടിയന്തര വൈദ്യസഹായത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഒരു ആംബുലൻസും ഒക്കെ അവിടെ തയ്യാറാക്കിയിരുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു സാഹചര്യത്തെ നേരിടാനുള്ള ഇത്രയും ആളുകളൊക്കെ അവിടെ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 12,000-ഓളം പേർ പങ്കെടുത്ത ഒരു ചടങ്ങാണ്. അതുപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ള VIP-കൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ വേണ്ടത്ര ഈ അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ ഈ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തൽ
ഈ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ അടിയന്തര വൈദ്യസഹായം നൽകുന്നത് MLAക്ക് അത് നൽകുന്നത് വൈകിപ്പിച്ചു. മാത്രമല്ല ഈ പരിശീലനം ലഭിക്കാത്ത ആളുകളാണ് MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അത് ഈ പരിക്കിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ പരിശീലനം ലഭിച്ച ആളുകൾ ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒക്കെ നേരിടാനുള്ള പോരായ്മകൾ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ടായിരുന്നു. മാത്രമല്ല സ്റ്റേജിന് ഉറപ്പുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നില്ല സുരക്ഷയ്ക്ക് വേണ്ടി. മാത്രമല്ല ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരു വരി കസേര ഇടേണ്ടിടത്ത് 2 വരി കസേരയൊക്കെ ഇട്ടാണ് ആ പരിപാടി നടത്തിയത്. സ്വാഭാവികമായും അപകടത്തിന് വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലത്ത് അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ആ പരിപാടി നടത്തിയത്. പോലീസിന്റെ FIR-ലടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൃദംഗാവിഷന്റെ CEO-യെയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഇവന്റ് മാനേജറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് എന്ന കമ്പനിയാണ് അത് നടത്തിയത്. ആ കമ്പനിയുടെ ഇവന്റ് ഉടമയെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇവന്റ് മാനേജ്മെന്റ് ടീം അംഗങ്ങളെ, അതുപോലെ തന്നെ ഈ സ്റ്റേജ് നിർമ്മിച്ച കരാറുകാരൻ, അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഈ മൃദംഗാവിഷനുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുടെ സംഘാടകരെ അടക്കം ചോദ്യം ചെയ്യും. അടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത 2 പേരെയും ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് പുറത്തേക്ക് വരുന്ന പുതിയ ഈ സംയുക്ത പരിശോധനാ റിപ്പോർട്ടും. ഈ സ്റ്റേജ് ഇന്നലെ തന്നെ GCDയെ വ്യക്തമാക്കിയിരുന്നു. അവിടെ സ്റ്റേജ് നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. അത് മറികടന്നുകൊണ്ട് കരാർ വ്യവസ്ഥകളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ മൃദംഗാവിഷൻ എന്ന ഈ പരിപാടിയുടെ സംഘാടകർ ഈ സ്റ്റേജ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയതെന്ന് GCDയെയും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സർവത്ര ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. വൻ വീഴ്ച, ഗുരുതരമായ അലംഭാവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന പുതിയ റിപ്പോർട്ടുകളിലും ഈ പരിശോധനാ റിപ്പോർട്ടുകളിലും ഉള്ളത്.